അസ്സലാമു പ്രിയ സഹോദരങ്ങളെ, ആരിഫ് ഹുസൈൻ എന്ന യുക്തിവാദി ഒരു കോയാ കോഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളെ, സ്ത്രീകളെയും പുരുഷന്മാരെയും സട്ടം കെട്ടിച്ചുണ്ടാക്കിയാണ്ട് ഇസ്ലാമിൻ്റെ ആളുകളാണെന്ന് വരുത്തി തീർത്ത് ഫോൺ ചെയ്യുന്നത് ഞാൻ മുമ്പൊരിക്കൽ വിശദീകരിച്ചിരുന്നു. എന്നാൽ ഇവന് സ്വന്തമായിട്ടൊരു അസ്തിത്വമില്ലെന്നും ഇവിടെ അവനൊന്നും പേടിക്കേണ്ടതില്ല. കാരണം അവനൊരു ആരെയാണ് പേടിക്കേണ്ടത്? എന്തും ചെയ്യാം, എന്തും പറയാം. കാരണം അവന് ഈ ദുന്യാവിൽ നിന്ന് മരിച്ചു പോകണം എന്നുള്ള ചിന്തയില്ല. മരിച്ചു പോയാലും മോനൊന്നും സംഭവിക്കൂലല്ലോ. അപ്പോൾ ഇവിടെ ചില സ്ത്രീകൾ വിളിച്ചു കണ്ട് ഓനോട് ഇങ്ങനെ സംശയം ചോദിക്കുക, ഓനതിന് തിരികേറ്റി കൊടുക്കുക. പക്ഷേ ഈ വിളിക്കുന്ന ആളുകൾ ഇവൻ ചട്ടം കെട്ടിണ്ടാക്കിയ ആളുകളെന്നാണ് മനസ്സിലാക്കുന്നത്. അതിലൊരു സ്ത്രീ ചോദിക്കുകയാണ്, എന്താ അറിയോ, സാറേന്ന് വിളിച്ചിട്ടേ, ഇവനൊക്കെ സാറേന്ന് വിളിക്കണതിനാട്ടിലും നല്ലത് വേറെ എന്തെങ്കിലും വിളിക്കുകയാണ്. അപ്പം എൻ്റെ തൊള്ളോണ്ട് പറയാൻ എൻ്റെ നാവ് വലങ്ങും സംസ്കാരം യോജിക്കണില്ല, എന്താ വിളിക്കാൻ പറ്റുക എന്നുള്ളത്. അത്രക്കും മോശമായത് അവന് നബിനെ പറ്റിയൊക്കെ എന്താ തൊള്ളി തോന്നി പറയൽ. എന്നാലും മുസ്ലിമീങ്ങൾ അങ്ങനെ മറ്റുള്ളവരെ പറ്റി പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കണതാണ്. ഒരു മുസ്ലിമിന് തെറി പറയാൻ പാടില്ല എന്ന്. ആരെങ്കിലും അങ്ങനെ മോശം പറഞ്ഞാൽ അവൻ്റെ ഖബറിൽ ഒരു ഭീകര രൂപമായിട്ട്, കറുത്ത രൂപമായിട്ട് രൂപാന്തരപ്പെടുന്നത് ഹിന്ദു മുസ്ലിമൊന്നുമില്ല, ആരും പറയാൻ പാടില്ല. ഇത് പഠിപ്പിക്കുന്ന പേടിപ്പിച്ച് നിർത്തുന്ന മതമാണ് ഇസ്ലാം. ഇത് പറഞ്ഞിട്ട് എന്നതുപോലെ മറ്റുള്ളവർ ബഹുമാനിക്കണം എന്ന്, അക്കരിം ജാറക്ക ഒലോക്കാന കാഫറാണ്. നിൻ്റെ അയൽവാസി അവിശ്വാസിയാണെങ്കിൽ പോലും ബഹുമാനിക്കണം എന്നാണ് പഠിപ്പിക്കണത്. എന്നിട്ട് ഇവിടെ ഈ റസൂലുള്ള വിശദീകരിച്ചു, നിൻ്റെ വീടിൻ്റെ 40 വീട്, തൊട്ടടുത്തുള്ള 40 വീട് വരെ അയൽവാസികളാണെന്നാണ് അലി റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ടത്. ആ 40 വീട്, ഈ 40 വീട്ടിൽ ഒരാൾ പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിറച്ച് തിന്നുകയാണെങ്കിൽ എൻ്റെ സമൂഹത്തിൽപ്പെട്ടല്ല എന്നാണ് റസൂൽ പഠിപ്പിച്ചത്. അപ്പോൾ ഇത്രക്കും ഉത്തമമായൊരു സമൂഹത്തിനെ നിന്നെയും നിസാരവുമാക്കിയിട്ട്, നമ്മളെ അയൽവാസികളൊക്കെ, എൻ്റെയൊക്കെ അയൽവാസികൾ ഹരിജനങ്ങളാണ്. ഞങ്ങളൊക്കെയുള്ള സൗഹൃദ ബന്ധം എത്രത്തോളം എന്ന് വെച്ചാൽ അവരെ വീട്ടിൽ അവർക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരലുണ്ട്. എന്ന് പറഞ്ഞാൽ മെൻസസ് ഉണ്ടാകുന്ന സമയത്ത് അവർ പുറത്തായി എന്നാണ് പറയാം. ആ സമയത്ത് നമ്മളൊക്കെ വീട്ടിൽ കൊലായിൽ പായ് വിരിച്ചിട്ടാണ് അവർ കിടക്കൽ. അതൊക്കെ നമ്മൾ സൗകര്യം ചെയ്ത് കൊടുത്തലാണ്. നമ്മളമ്മക്ക് വിളിക്കൽ അങ്ങോട്ട് പോരും, ഇവിടെ കടന്നു എന്നറിയാലോ. എന്നപോലെ എൻ്റെ അമ്മേൻ്റെ വീട് നല്ല നെല്ലൊക്കെ കുയ്യുന്ന കളമുള്ള സ്ഥലമാണ്, അവിടെ വന്ന് കിടക്കലാണ് അവർ. കുടുംബസമേതം വന്ന് കിടക്കും. അവർ വീട്ടിൽ അയിത്തമാവും എഴുതിയിട്ട്. അവർക്ക് അങ്ങനെയാണ്, അവരെ അവസ്ഥ അങ്ങനെയാണ്. അത് അവരെ വിശ്വാസമാണ്, അത് നമ്മൾ ബഹുമാനിക്കും. എന്നതുപോലെ വിശ്വാസികൾ പരസ്പരം മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ബഹുമാനിച്ച് കഴിയുന്നൊരു ഇതാണ്. പിന്നെ സ്ത്രീ ചോദിക്കുകയാണ്, എന്താ അറിയോ, എനിക്കിവിടെ കൊല്ലണത് ഭയങ്കരം, ഈ മൃഗങ്ങളൊക്കെ അറുക്കുന്നതുണ്ടല്ലോ, ബലി അറുക്കുക, അതൊക്കെ ഏറ്റവും വലിയ തെറ്റായിട്ടാണ് സാറേ തോന്നുന്നത്. അത് ഞാനൊരു മുസ്ലിമിനോട് പറഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞിരുന്നു, കോഴി ഫാമൊക്കെ ഈ ചിക്കൻ സ്റ്റാളിലൊക്കെ എത്ര കൊല്ലുന്നത് എന്ന്. അപ്പോൾ അതിന് എനിക്ക് മറുപടി പറയാമെന്ന്. അപ്പം ഈ ഊള മറുപടി പറഞ്ഞു കൊടുക്കണം എന്താണെന്ന് അറിയാം. അതിനോട് കൂട്ടാൻ പറ്റൂല. കാരണം എന്താ പറയുക, ബലി അറിയണ നിർബന്ധമാണ്, അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണെന്ന്. എല്ലാ മതക്കാർക്കും ഉണ്ട് ബലി. അപ്പോൾ എല്ലാ മതക്കാരും ഈ ബലി അറുക്കണതിനെ നിഷേധിക്കുകയാണ്. അതിപ്പോൾ അതിൽ ഇസ്ലാമിനെ മുൻതൂക്കമായിട്ട് പറയണത് എന്താണോ, എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ള അറിവാണിത്, മറ്റ് നിർബന്ധമായിട്ടുള്ള അറിവല്ലാന്ന്. ഇവനുണ്ടോ ഇസ്ലാമിൻ്റെ നിയമം അറിയണമെങ്കിൽ എവിടെയാണ് ബലി അറുക്കൽ നിർബന്ധം എന്ന് ഇവിടെ പറഞ്ഞത്? ഇവിടെ ഉദയത്താട്ടെ അക്കീക്കത്താട്ടെ ഇതൊക്കെ അറുക്കൽ സുന്നത്താണ്, നിർബന്ധമല്ല. ഇതുവനെ അറിയില്ല. എന്നിട്ട് ഈ ചോദിച്ചവരെക്കാട്ടിലും ഈ ചോദിക്കുന്ന സ്ത്രീനെക്കാട്ടിലും അറിവില്ലാത്ത ആളാണ് ഇവന്. അവൻ ചട്ടം കെട്ടിട്ടെടുത്ത ആളാണെങ്കിൽ പോലെ എങ്ങനെ ചോദിക്കണം എന്ന് പറഞ്ഞു കൊടുത്ത് കുറച്ചൊക്കെ പാൾട്ട് സംഭവിച്ചിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ടിനി. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ പറയുന്നത്. എന്നതുപോലെ മുസ്ലിങ്ങൾ ചോദിക്കുമല്ലോ, മുസ്ലിം കുട്ടികൾ പരസ്പരം ഇജേതാ ജാതി എന്ന് ചോദിക്കുന്നത്. എന്നതുപോലെ ഹിന്ദു കുട്ടികൾ ചോദിക്കണേ കേട്ടിട്ടില്ല എന്നോട് പറയാം. ഏത് രാജ്യത്താണ് ഇവിടെ ജീവിക്കണത്? മുസ്ലിം കുട്ടീനെയും ഇസ്ലാം കുട്ടീനെയും അമുസ്ലിമീങ്ങളെയോടെ കണ്ടാൽ തന്നെ തിരിച്ചറിയും. അത് വസ്ത്രം കണ്ടാൽ തിരിച്ചറിയുന്ന പ്രധാനമന്ത്രി വരെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇവർക്ക് അറിയില്ലേ? എന്നിട്ട് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. ചോദിച്ചു കരുതിയാണ് വലിയ തെറ്റൊന്നുമല്ല. പക്ഷേ ഇവരും എന്താണ് വേർതിരിച്ച് കാണാനോ, ഒരു സ്ത്രീ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയണമെങ്കിൽ അന്യപുരുഷന്മാർ തമ്മിൽ തൊട്ടാൽ ഒതു മുറിയും, സ്ത്രീയും പുരുഷന്മാരും. അത് ഇവൻ്റെ അമ്മയാണ് അന്യ സ്ത്രീ, ഇവന് മുസ്ലിമോ ഇവൻ്റെ അമ്മ ആണെങ്കിൽ ഈ അമ്മനെ തൊട്ട ഒന്നും മുറിയില്ല. അത് ജാതിന്ന് പുറത്താണ്, ആ സ്ഥാനമില്ലാക്കൂല. ഇവൻ്റെ പെങ്ങൾ അമുസ്ലിമാണെങ്കിൽ അമുസ്ലിമായ പെങ്ങളെ തൊട്ട ഒന്നും മുറിയില്ല.
ഇത്രക്കും കർക്കശമാണ് ഇസ്ലാമിൻ്റെ നിയമം. മതം മാറിയാലും അമ്മ തന്നെയാണ്, ഉമ്മ തന്നെയാണ്, അവരെ ബഹുമാനിക്കണം. ഇതൊക്കെ പഠിപ്പിക്കണം മതത്തിനെയാണ് ഇവർ ഈ നിസ്സാരമായിട്ട് കാണിക്കുന്നത്. അയിത്തം ഇസ്ലാമിലില്ല. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞ് എൻ്റെ വീഡിയോ ദീർഘിക്കും എന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ടാണ് ഇതിൽ ഇത്ര കുറച്ച് പറയാനുള്ള ഇതുള്ളൂ. അതുകൊണ്ടാണ് കുറഞ്ഞ ഇതിൽ ഉള്ളല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വേണ്ടി വന്നാൽ ഇവരെ എല്ലാ വിഡ്ഢിത്തരങ്ങളും, യുക്തിവാദികളെ എല്ലാ വിഡ്ഢിത്തരങ്ങളും തുറന്ന് കാണിക്കാനുള്ള എല്ലാ രേഖകളും എൻ്റെ അടുത്തുണ്ട്. ഇല്ലാത്ത നുണകൾ ഖുർആനിൻ്റെ ഹദീസിൻ്റെ പേരിൽ പറയാം. അത് ഞങ്ങളാണ് പറയേണ്ടത് ഖുർആനിൽ എന്താണെന്ന്. കാഫിറിനെ എവിടെ വെച്ച് കൊണ്ടാലും കൊല്ലണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. യുദ്ധവേളയിൽ ആ സമയത്തേക്ക് ഇറങ്ങണ ആയത്ത് അത് അതോടുകൂടെ വിധി ദുർബലമാകും. കാരണം യുദ്ധം നടക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, നബിൻ്റെ കാലത്ത് എത്രയോ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഭാഗത്തു നിന്നും കൂടി മരിച്ചത് എന്താണ്? കുറഞ്ഞ ആളുകളെ മരിച്ചിട്ടുള്ളൂ. നേരെ മറിച്ച് ലക്ഷങ്ങൾ മരിച്ചോണമല്ല, ആയിരങ്ങൾ മരിച്ചോണമല്ല. ഇപ്പോൾ ഓരോ ദിവസങ്ങൾ എത്രയാണ് മരിക്കണത്? അതൊക്കെ എന്താണ് അറിയാം, ഈ അങ്ങനെ അബദ്ധവശാൽ വരുന്ന മരണങ്ങളും അതുപോലെ അങ്ങനത്തെ ഗത്യന്തരമില്ലാത്ത സമയത്ത് വരുന്ന മരണങ്ങൾ രണ്ട് പക്ഷത്തും അധികം ആൾക്കാർ മരിച്ചില്ലല്ലോ. ഇപ്പം അങ്ങനെയല്ലല്ലോ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാണെങ്കിൽ കുറച്ചൊക്കെ മോണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ആളുകളെ ഷെറിൽ നിന്നുള്ള നമ്മളെ കാക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.